ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് മനസ്സിലാകുന്നവരാണ് പോലുള്ള കമൻറ്റുകളാവരുത്. കാരണം അവരിപ്പോൾ ഒരു വീഡിയോയ്ക്ക് തന്നെ 2 കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാമല്ലോ. കാരണം ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുള്ളൂ. ഇത് നമ്മളെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത്. എനിക്കതൊന്നും പ്രശ്നമേ അല്ല കേട്ടോ. വത്സരാനാരായണൻ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നിങ്ങൾ കമൻറ്റ് ഇട്ടോളി. കാരണം എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്കിഷ്ടം പോലെ നിങ്ങളെ വായയിൽ തോന്നിയത് എന്താ വെച്ചാൽ വയക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയുള്ള കമൻ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നും സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. വീട്ടിലെത്തിയതേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയാം. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം. ഞാനിപ്പോൾ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം. ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ എന്നിങ്ങനെ പറയാം. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം. ഞാനിപ്പോൾ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം. ഞാനിപ്പോൾ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയണ ജസ്റ്റ് റീച്ച്ഡ്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ്. ഹോം എന്ന് പറഞ്ഞാൽ വീട് കേട്ടോ. കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം. ദെർ വേർ കസ്റ്റമേഴ്സ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടായിരുന്നു. ദെർ വേർ കസ്റ്റമേഴ്സ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടായിരുന്നു. കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാം. ഐ ഡോണ്ട് സീ എനിവൺ. ആരെയും കാണുന്നില്ലല്ലോ. ഐ ഡോണ്ട് സീ എനിവൺ. ആരെയും കാണുന്നില്ലല്ലോ. കിട്ടുന്നില്ല എന്നിങ്ങനെ പറയാം. ഐ കാൺ ഫൈൻഡ് ദ ലിറിക്സ് ടു ദ സോങ്. പാട്ടിൻ്റെ വരികൾ കിട്ടുന്നില്ല. ഐ കാൺ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലിറിക്സ് പറഞ്ഞാൽ വരികൾ. ഐ കാൺ ഫൈൻഡ് ദ ലിറിക്സ് ടു ദ സോങ്. എനിക്ക് പാട്ടിൻ്റെ വരികൾ കിട്ടുന്നില്ല. ലിറിക്സ് പറഞ്ഞ വരികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ കാൺ ഫൈൻഡ് ദ ലിറിക്സ് ടു ദ സോങ്. എനിക്ക് പാട്ടിൻ്റെ വരികൾ കിട്ടുന്നില്ല. ഒരു വലിയ വിഷയമാണ് എന്നിങ്ങനെ പറയാം. ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ റൈറ്റ് നൗ. അതിപ്പോൾ വലിയ ഒരു പ്രശ്നമാണ്. ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ. ബിഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. റൈറ്റ് നൗ ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണ് പാട്ടിൻ്റെ വരികൾ കിട്ടാത്തത്. ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ റൈറ്റ് നൗ. അതിപ്പോൾ വലിയ വിഷയമാണ്. തീരെയില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ മെമ്മറി അറ്റ് ആൾ. ഓർമ്മശക്തി തീരെയില്ല. ദർ ഈസ് നോ മെമ്മറി അറ്റ് ആൾ. ഓർമ്മശക്തി തീരെയില്ല. മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തിക്കാണ് മെമ്മറി പവർ എന്ന് പറയാം കേട്ടോ. നോ മെമ്മറി അറ്റ് ആൾ. ഓർമ്മശക്തി തീരെയില്ല. മെമ്മറി പറഞ്ഞാൽ ഓർമ്മ, മെമ്മറി പവർ പറഞ്ഞാൽ ഓർമ്മശക്തി. ദർ ഈസ് എ നോ മെമ്മറി അറ്റ് ആൾ. ഓർമ്മശക്തി തീരെയില്ല. പാട്ട് ബുക്ക് വേണ്ടി വരും ഇങ്ങനെ പറയാം. ദെൻ എ സോങ് ബുക്ക് വിൽ ബി നീഡഡ്. അപ്പോൾ ഒരു പാട്ട് ബുക്ക് വേണ്ടി വരും. ദെൻ എ സോങ് ബുക്ക് വിൽ ബി നീഡഡ്. അപ്പോൾ ഒരു പാട്ട് ബുക്ക് വേണ്ടി വരും. ദെൻ എ സോങ് ബുക്ക് വിൽ ബി നീഡഡ്. അപ്പോൾ ഒരു പാട്ട് ബുക്ക് വേണ്ടി വരും. ഏതും ശരിയാവും എന്നിങ്ങനെ പറയാം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഫൈൻ ടുമാറോ. നാളേക്ക് എന്തായാലും ശരിയാവും. ഡെഫിനറ്റ്ലി പറഞ്ഞാൽ തീർച്ചയായും. എന്തായാലും ശരിയാവും എന്ന് എങ്ങനെ പറയാം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഫൈൻ ടുമാറോ. നാളേക്ക് എന്തായാലും ശരിയാവും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഫൈൻ ടുമാറോ. നാളേക്ക് എന്തായാലും ശരിയാവും. ഡെഫിനറ്റ്ലി പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എല്ലാം ഫുഡില്ല എന്നിങ്ങനെ പറയാം. ദർ ഈസ് നോ ഫുഡ് ഇൻ എനി ഹോട്ടൽ. ഒരു ഹോട്ടലിലും ഫുഡില്ല. ദർ ഈസ് നോ ഫുഡ് ഇൻ എനി ഹോട്ടൽ. ഒരു ഹോട്ടലിലും
ഫുഡില്ല. പറയാനിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഞാനിപ്പോൾ അത് പറയാനിരിക്കുകയായിരുന്നു. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഞാനിപ്പോൾ അത് പറയാനിരിക്കുകയായിരുന്നു. പറയാനിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഞാനിപ്പോൾ അത് പറയാനിരിക്കുകയായിരുന്നു. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഞാനിപ്പോൾ അത് പറയാനിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഹി നോസ് ദാറ്റ്. അത് അവനറിയാം. ഹി നോസ് ദാറ്റ്. അതവന് അറിയാം. അതവന് അറിയാൻ എന്നാണെങ്കിലോ ദാറ്റ്സ് ടു നോ ഹിം. അത് അവന് അറിയാൻ. ദാറ്റ്സ് ടു നോ ഹിം. അതവന് അറിയാൻ. എങ്ങനെ പറയാം? ഐ കാൺട്ട് ഡു ദാറ്റ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. ഐ കാൺട്ട് ഡു ദാറ്റ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. തരാമെന്നെങ്ങനെ പറയാം? ഐ വിൽ ഫിക്സ് ഇറ്റ് നൗ. ഇപ്പോൾ ശരിയാക്കി തരാം. ഐ വിൽ ഫിക്സ് ഇറ്റ് നൗ. ഇപ്പോൾ ശരിയാക്കി തരാം. ഇടിയും മഴയാന്നെങ്ങനെ പറയാം? ഇറ്റ്സ് റൈനിങ് ഹെവിലി ഹിയർ. ഇവിടെ നല്ല ഇടിയും മഴയാ. ഇറ്റ്സ് റൈനിങ് ഹെവിലി ഹിയർ. ഇവിടെ നല്ല ഇടിയും മഴയാണ്. ഹെവി ആയിട്ട് നല്ല കനത്ത മഴയൊക്കെയാണ് ഹെവിലി എന്ന് പറയാം കേട്ടോ. ഹെവി ആയിട്ട് പെയ്യാന്ന് പറഞ്ഞാൽ കനത്ത നല്ല സ്ട്രോങ് മഴയാണ് കേട്ടോ. നേരെ വൈകി നമ്മൾ അങ്ങനെ പറയാം? സോ ഇറ്റ് വാസ് എ ലിറ്റിൽ ലേറ്റ്. നേരെ വൈകി എങ്ങനെ പറയാം? സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഇറ്റ് വാസ് ഞാൻ പറഞ്ഞത് എങ്ങനെ പറയാം? ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നെങ്ങനെ പറയാം? ദിസ് ഈസ് ദ വർക്ക് നൗ. ഇതാണ് ഇപ്പോഴത്തെ പണി. ദിസ് ഈസ് ദ വർക്ക് നൗ. ഇതാണ് ഇപ്പോഴത്തെ പണി. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണാം. വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.